സ്കൂൾ ബാച്ചും റെസിഡൻസ് അസോസിയേഷനും തുടങ്ങി സകലരും വിനോദയാത്രകൾ നടത്തുന്ന ഇക്കാലത്ത് തങ്ങളുടെ ആദ്യത്തെ വിമാനയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് തിരുവമ്പാടി പഞ്ചായത്തെ പൊന്നാങ്കയത്തുള്ള ഒരു കൂട്ടം പെൺപട. തൊഴിലുറപ്പ് ജോലിക്ക് പോയി കിട്ടുന്ന കാശിൽ നിന്നും മിച്ചം പിടിച്ചാണ് 25ഓളം വരുന്ന ഈ സ്ത്രീ കൂട്ടായ്മ കരിപ്പൂരിൽ നിന്നും നെടുമ്പാശ്ശേരിക്ക് തങ്ങളുടെ ആദ്യത്തെ വിമാനയാത്രയ്ക്ക് ഒരുങ്ങുന്നത്. തിരുവമ്പാടി പൊന്നാങ്കയത്തെ 70 വയസ്സ് പ്രായമുള്ള ജാനകിയും ശാന്തയും അടക്കം 25 പേരടങ്ങുന്ന വനിതാ സംഘമാണ് ആദ്യമായി ആകാശയാത്രയ്ക്കൊരുങ്ങുന്നത്. തൊഴിലുറപ്പ് ജോലിയിൽ നിന്നും കിട്ടുന്ന കാശിൽ നിന്നും മിച്ചം വെച്ച് സ്വരുക്കൂട്ടിയ പണം കൊണ്ടാണ് യാത്ര പോകുന്നത്. ജനുവരി 28 രാവിലെ 9 മണിക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കൊച്ചി നെടുമ്പാശ്ശേരിയിലേക്കാണ് യാത്ര. ഏതാണ്ട് 6000ഓളം രൂപയാണ് ഒരാളുടെ യാത്രാ ചിലവ്. ആദ്യ വിമാനയാത്രയുടെ ത്രില്ലിനൊപ്പം യാത്രയ്ക്ക് വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണ കൂടി ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് ഇവർ. പേടിയുണ്ടായിരുന്നു, എന്നാലും ഒരു സ്വപ്നമായിരുന്നു അത്. കുറെ കാലങ്ങളായി മനസ്സിൽ ഓർക്കുന്നു. നിലത്തൂടെ കാണുന്നല്ലാതെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് സഫലമായി എന്ന് പറയാം. പേടിയുണ്ട് മനസ്സിൽ. പോയവരോടൊക്കെ ഞാൻ ചോദിച്ചു പേടിയുണ്ടോ പൊങ്ങുമ്പോന്ന്. അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. പോണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിൽ സമ്മതിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. ചേട്ടന്റെ നിർബന്ധത്തിനും പിന്നെ മക്കളും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റിയത്. അവരെല്ലാവരും പോയിട്ടുണ്ട്, ഞാൻ പോയില്ല. അപ്പോൾ ചേട്ടൻ്റെ നിർബന്ധം എന്നോട് പൊക്കണം പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ നിർബന്ധത്തിന് ഞാൻ പോരുവാണ് ചെയ്യുന്നത്. പൊന്നാങ്കയം വാർഡിലെ 5ഓളം കുടുംബശ്രീയിലെ അംഗങ്ങളാണ് യാത്ര പോകുന്നത്. എല്ലാ വർഷവും കുടുംബശ്രീയിൽ നിന്നും വിനോദയാത്രകൾ പോകാറുണ്ടെങ്കിലും 2 വർഷം മുൻപ് കുടുംബശ്രീ കോർഡിനേറ്ററായ ഷീബയുടെ മനസ്സിലാണ് വിമാനയാത്ര എന്ന ആശയം ആദ്യം ഉദിച്ചത്. സഹപ്രവർത്തകരോട് ആഗ്രഹം പറഞ്ഞപ്പോൾ താല്പര്യം കാണിച്ച 25 പേരുമായിട്ടാണ് ഇപ്പോഴത്തെ യാത്ര. ഞങ്ങൾ 25 പേരുണ്ട്. കൂടുതലും തൊഴിലുറപ്പ് തൊഴിലാളികളാണ്, കുടുംബശ്രീ അംഗങ്ങളുണ്ട്. 2 വർഷത്തോളം ഞങ്ങളൊരു പ്ലാനിങ്ങിൽ നിൽക്കുന്നൊരു ആകാശത്തോടെയുള്ളൊരു യാത്ര നടക്കുമെന്ന് അറിയില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ കുറച്ചുപേര് മുൻകൈ എടുത്ത് ഇങ്ങനെ ചോദിച്ചെല്ലാവരോടും, പല കുടുംബശ്രീയിലും തൊഴിലുറപ്പിലും ഉള്ളവരാ. അപ്പം എല്ലാവർക്കും പോരാൻ താല്പര്യമാണ്. ഇനിയും ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ടിക്കറ്റ് ഓക്കെ ആയതുകൊണ്ട് അവിടെ നിർത്തി വെച്ചതാണ്. അപ്പം എല്ലാവർക്കും വളരെ ഉത്സാഹത്തോടു കൂടി ആണ് എല്ലാവരും ഇതിന് മുൻകൈ എടുത്തത്. അപ്പം എല്ലാവരും കുറേശ്ശെ ഈ തൊഴിലുറപ്പ് വേതനത്തിൽ നിന്നും മിച്ചം കിട്ടുന്ന സംഖ്യ മാറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്നത്. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.